ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 33-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വ മാം. മലയാളം. സത്തുക്കൾ, ബ്രാഹ്മണർ, ഭക്തർ, പൃഥ്വികൾ കഥിപരെങ്കിലും അനിത്യം ദുഃഖമൂലം താൻ എന്നോർത്തു ഭജിക്കുക. പുണ്യാഹ ബ്രാഹ്മണാഹ, പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും തഥാ ഭക്ത രാജർഷയഃ, അതുപോലെ ഭക്തരായ രാജർഷികളുടെയും പുനഃ കിം, അവരുടെ കാര്യം വീണ്ടും പറയേണ്ടതുണ്ടോ? അനിത്യം അസുഖം, നിത്യമല്ലാത്തതും സുഖകരമല്ലാത്തതുമായ ഇമം ലോകം പ്രാപ്യ, ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ആ സ്ഥിതിക്ക് മാം ഭജസ്വ, എന്നെ ഭജിച്ചുകൊള്ളുക. അർജുനനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദുരാചാരനാണെങ്കിലും അവരെ പോലും പരമപദത്തിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും രാജർഷിമാരുടെയും കഥ പറയാനുണ്ടോയെന്ന്. ഇത്രയും താഴെ കിടക്കുന്ന ദുരാചരന്മാരായ ആളുകളെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ പുണ്യാത്മാക്കളുടെ കഥ പറയേണ്ടതില്ലല്ലോ എന്ന് വീണ്ടും അർജുനനോട് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അവിടെ പുണ്യാത്മാക്കൾ എന്ന് പറയുമ്പം പുണ്യം കൊണ്ട് ബ്രാഹ്മണരായി തീർന്നവരാണ്. കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം കൊണ്ട് ഒരുപക്ഷെ നല്ല യോനിയിൽ പിറന്ന് ബ്രാഹ്മണരായിട്ട് ജനിച്ചതായിരിക്കാം. ഇനി രാജർഷിമാർ എന്ന് പറയുമ്പോൾ അധികാരവും സമ്പത്തൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് വിവേകം കൈക്കൊണ്ട് ധാരാളം രാജ്യഭരണത്തിന് ശേഷം ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആത്മധ്യാനം കൊണ്ട് ഋഷി തുല്യരായിട്ട് ജീവിക്കുന്ന രാജാക്കന്മാരാണ് ആര്? രാജർഷിമാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒന്നും കാര്യം പിന്നെ പറയാനേ ഇല്ല എന്നാണ് പറയുന്നത്. ഇവരെല്ലാം എല്ലാം കർമ്മങ്ങളും എന്നിൽ അധിഷ്ഠിതമാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് പരമപദം പ്രാപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഈ ലോകത്തിൽ നീ ഏതായാലും വന്ന് പെട്ടു. ഈ ലോകം നിത്യമല്ല, സുഖകരമല്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൽ വന്ന് ജനിച്ച സ്ഥിതിക്ക് ഇനി നിനക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി, ദുഃഖങ്ങൾ ആർക്കും ഇഷ്ടമല്ല അല്ലേ? എപ്പോഴും സുഖങ്ങൾ വരികയാണെന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷെ ദുഃഖം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള ഈ ദുഃഖത്തിൽ നീ ഇങ്ങനെ പെട്ടുഴലുമ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാൻ നിനക്ക് ആകെ ഒരു മാർഗ്ഗമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. എന്താണ്? നീ എന്നെ തന്നെ ഭജിച്ചു കൊള്ളുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നാണ്. ഇത് അർജുനനോട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല, നമ്മളോട് എല്ലാവരോടും കൂടെ ഒരു നിർദ്ദേശം തരികയാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് വന്ന് വിട്ടു. ആർക്കെങ്കിലും എന്നെങ്കിലും അന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് മുഴുവനായിട്ടും തോന്നിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ അങ്ങ് സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചാൽ പോലും ആ സന്തോഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക്, അല്ലെങ്കിൽ മാക്സിമം ഒരു ഹാഫ് ഡേ, ഒരു ദിവസത്തിൻ്റെ പകുതി വരെ നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സുഖങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നോ അതിൻ്റെ പിന്നാലെ ആരും വരും? ദുഃഖവും വരും. അതിൽ കൂടുതൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ തന്നെയായിരിക്കും. എല്ലാ മനുഷ്യന്മാരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും അനുഭവത്തിൽ നിന്നൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും സുഖവും ദുഃഖവും അനുഭവിച്ചേ പറ്റുള്ളൂ. ഈ ലോകത്തിൽ നീ വന്ന് ജനിച്ച സ്ഥിതിക്ക് എന്നെ ഭജിക്കുക മാത്രമാണ് നിനക്ക് പരമപദം പ്രാപിക്കാനുള്ള ഏക ആശ്രയമെന്ന് ഒന്നുകൂടെ അർജുനനോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ അവിടെ പരമാത്മാവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഭഗവത്ഗീത പറഞ്ഞു ഉപദേശിക്കുന്ന സമയത്ത്. അപ്പോൾ അർജുനൻ അവിടെ സാധാരണ മനുഷ്യൻ, അതായത് ജീവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്.
അപ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഇതിലൊക്കെ തൽപരരായിട്ടുള്ള അതിലേക്ക് ഇങ്ങനെ പെട്ട് ഉഴലുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മനസ്സ് നമ്മളെ എല്ലാറ്റിലേക്കും കൊണ്ടേ ഇട്ട് കൊടുക്കും. അതിൽ നിന്ന് പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ജീവിതത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് സുഖം മാത്രം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആർക്കും തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അർജുനൻ ഒരു ക്ഷത്രിയനായിട്ട് ജനിച്ചതാണല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ വൈശ്യർ, ശൂദ്രർ, സ്ത്രീകൾ ഇവരൊക്കെ പാപാത്മാക്കളാണ്. അതായത് പുണ്യം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ നീ കുറച്ചും കൂടെ ക്ഷത്രിയനായതുകൊണ്ട് കുറച്ചും കൂടെ ഉയർന്ന പടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അടുത്തേക്ക് എത്താൻ, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആൾക്ക് അത് ഓരോന്നും കയറിയിട്ട് വേണമല്ലോ അവിടെ എത്താൻ. അപ്പോൾ അർജുന, നിനക്കത് കുറച്ചും കൂടെ എളുപ്പമാണ്. അത് സുനിശ്ചിതമാണ്. അവിടെ എത്തുക എന്നുള്ളത്, എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ലഭിക്കും എന്നുള്ളതും വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് നീ എന്നെ ഭജിച്ചോളൂ എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തത്. ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 34-ാമത്തെ ശ്ലോകം. അപ്പോൾ എങ്ങനെയാണ് ഭജിക്കേണ്ടത്, എന്നെ എങ്ങനെ ഭജിക്കണം, എങ്ങനെ ഭജിച്ചാലാണ് ഈ പറഞ്ഞ മനസ്സമാധാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാനിലെല്ലാം അർപ്പിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്നും കൂടെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 34-ാമത്തെ ശ്ലോകം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവ യഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. മലയാളം. ഭജിക്കുക, യജിക്കെന്നെ മനമെന്നിലുണയ്ക്കുക, വണങ്ങുക നമിക്കെന്നാൽ ആത്മാവെന്നിലണഞ്ഞിടും. എന്താണ് ചെയ്യേണ്ടത്? മന്മനാ ഭവഃ, എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ. മദ്ഭക്തഃ ഭവ, എൻ്റെ ഭക്തനായി മാറൂ. മദ്യാജി, എന്നെ യജിക്കുന്നവനായി ഭവിക്കൂ. സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ഉള്ള ഒരു ഇതാണ് സമർപ്പിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കൂ. ഏവം മത് പരായണ, ഇങ്ങനെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി, ആത്മാനം യുക്ത്വ, വ്യക്തിത്വത്തെ എന്നിൽ ചേർത്ത് വെച്ചാൽ മാം ഏവ ഏഷ്യസി, എന്നെ തന്നെ നീ പ്രാപിക്കും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾക്കെല്ലാവർക്കും ഉള്ള ഒരു ഉപദേശമാണ്. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെപ്പറ്റി മാത്രം പറയുക, കാര്യങ്ങൾ പറയുക, അതിൽ തൽപരനായിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ബ്രഹ്മാഭ്യാസം എന്ന് പറയണത്. അപ്പോൾ പുണ്യാത്മാക്കൾക്ക് ഇതൊക്കെ ഒരുവിധം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടേക്ക് എത്താൻ, പരമപദം പ്രാപിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് അർജുന വഴികൾ. ഈ വഴികളിലൂടെ നീ എന്നെ തന്നെ ഭജിക്കുകയാണെങ്കിൽ നിനക്കും തീർച്ചയായിട്ടും അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മളെല്ലാ ശ്ലോകങ്ങളിലും എല്ലാ അധ്യായങ്ങളിലും പറയണ പോലെ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യുക. ഞാൻ ഭഗവാനെ സമർപ്പിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ചീത്ത കാര്യങ്ങൾ, നിന്ദിക്കുന്ന, മറ്റുള്ളവരെ നിന്ദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നമുക്ക് നല്ലതാണ് എന്ന് ചിലർക്ക്, ദുഷ്ടന്മാർക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നും ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുമ്പോഴേ. പക്ഷേ ആ ദുഷ്ടപ്രവൃത്തിയാണെന്ന് ബാക്കി എല്ലാവർക്കും കണ്ടാലും കേട്ടാലും മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ചിന്തിക്കും, എന്താണ് എന്നെ തന്നെ, ഞാനിത് ഭഗവാന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാവോ എന്നൊരു ചെറിയ സംശയമെങ്കിലും വരും. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു ഭക്തൻ, എൻ്റെ ഭക്തൻ, അതായത് ഭഗവാൻ പറയുന്നത് എന്നിൽ ഭക്തിയുള്ള ഒരാൾ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്നു, എന്നെ തന്നെ യജിക്കുന്നു, എന്നെ തന്നെ നമസ്കരിക്കുന്നു.
നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മൾക്ക് മനസ്സമാധാനം കിട്ടാനും പരമപദം പ്രാപിക്കാനുമുള്ള ഏറ്റവും നല്ല ഉപായങ്ങളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ആയിക്കൂടാ? അതുകൊണ്ട് എല്ലാവരോടും പറയുകയാണ്, ഭഗവാൻ നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക. ഇവിടെ ജീവിക്കുമ്പോൾ നിനക്കൊന്നും പേടിക്കാനില്ല. നിന്നെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും, എല്ലാവരെയും രക്ഷിക്കും. ശരിക്കും അത്ഭുതം തന്നെയാണല്ലേ ഭഗവാൻ. ഇത്രയും കാര്യങ്ങൾ ഒരു നിമിഷം മതി, കണ്ണടച്ച് തുറക്കുന്ന നിമിഷം മതി ഭഗവാന്. നമ്മൾ ജ്ഞാനപ്പാനയിൽ കേൾക്കുന്ന പോലെ തന്നെ മാളിക മുകളേറിയ മന്നനെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞില്ലേ? അതേ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അതാണ്. ഇപ്പം ചില ആൾക്കാർക്ക്, സാധാരണ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എന്നും തിരക്ക് തന്നെയാണ്. 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി എല്ലാവർക്കും പല ജോലികളിൽ വ്യാപൃതരാണ്. നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എന്താണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഭഗവത്ഗീത കേൾക്കണം, അല്ലെങ്കിൽ നാരായണീ ആയാലും മറ്റ് ഭഗവാന്റെ കാര്യങ്ങൾ ഏതായാലും സഹസ്രനാമായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊന്ന് ജപിക്കണം എന്നോ അതൊന്ന് കേൾക്കണം എന്നോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്നോ തോന്നണമെങ്കിൽ തന്നെ ഒരു പുണ്യം വേണം. ആ പുണ്യാത്മാക്കൾക്ക് മാത്രമേ അത് ചെയ്യാൻ തോന്നുള്ളൂ. അത് പറയാനും ഇത് പറഞ്ഞു തരാനും അത് കേൾക്കാനും എല്ലാം ഒരു പുണ്യം നമ്മൾ പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കാൻ നമുക്ക് തോന്നുന്നത്. കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാവില്ല. കാരണം ഭഗവാനാണല്ലോ എല്ലാം ചെയ്യുന്നതും നമ്മളെ നോക്കി നടത്തുന്നതും നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് ഭഗവാനാണ് എല്ലാ കാര്യങ്ങളിലും. ഒരു സംശയമില്ലാത്തതാണ്. അതല്ല വേറെയാണ്, എൻ്റെ ഒരു കഴിവുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നവർ പരമമൂഢന്മാർ തന്നെയാണ്. അപ്പം നമ്മൾ ഭഗവാനിൽ നിന്നാണ് വന്നത്, ഭഗവാനിലേക്കാണ് മടങ്ങുന്നത്. അപ്പം ഭഗവാനിലുള്ള ഭക്തി തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതിന് നമ്മൾക്ക് ഭഗവാനെ കാണാനും അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിക്കാനുമുള്ള വഴി എന്താണ്? ഭഗവാന്റെ പരമമായിട്ടുള്ള രൂപം നമ്മൾ വിഗ്രഹത്തിലൂടെയാണ് ഇപ്പോൾ കാണുന്നത്. മതിയല്ലോ. എങ്കിലും നമ്മൾ ആ വിഗ്രഹത്തിന് പ്രണാമമർപ്പിക്കണം, വിഗ്രഹത്തിന് മുന്നിൽ തല കുനിക്കണം. നമ്മുടെ മനസ്സും ശരീരവും കർമ്മങ്ങളും എല്ലാം തന്നെ കൃഷ്ണാർപ്പണമായിട്ട് ചിന്തിച്ച് ചെയ്യണം. അങ്ങനെ ഭഗവാനിൽ തന്നെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമല്ലാതെ യാതൊരു കാരണവശാലും ദുഃഖം വരാനേ പോകുന്നില്ല. അതാണ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. ഏവം മത്പരായണഃ ആത്മാനം യുക്ത്വാ മാം ഏവ ഏഷ്യസി എന്നാണ്. അങ്ങനെ എന്നെ തന്നെ ചിന്തിച്ച് ജീവിക്കണം. എന്നെ തന്നെ മാത്രം, വേറെ ഒന്നിലും അല്ല, ഞാൻ തന്നെയാണ്. ഭഗവാനോട് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ എല്ലാ അധ്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നീ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാനാണ് മൽപരായണൻ. അതായത് എന്നെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ എന്ത് കാര്യം അങ്ങനെ തന്നെയല്ലേ, ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് നേടാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ഉദാഹരണം എടുത്തിട്ട് ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാനാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ തന്നെ പ്രാപിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ അധ്യായത്തിൽ പൊതുവെ മുഴുവനായിട്ടും പറയുകയാണെങ്കിലും രാജഗുഹ്യ യോഗം എന്നായിരുന്നു ഈ അധ്യായത്തിൻ്റെ പേര്. ഈ ഭഗവാനിലേക്ക് എത്താനുള്ള ഈ സാധനകളൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞ് തന്നെ മുഴുവനായിട്ടും ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്ത് കഴിഞ്ഞ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നിന്ദപ്രവൃത്തികൾ ചെയ്യാൻ തോന്നുകയില്ല. മാത്രമല്ല ഭഗവാനിൽ എല്ലാം സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന നിലയ്ക്ക് നമ്മൾ നീങ്ങുന്നില്ലേ. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഒരു പരമാനന്ദം, ആ പരമാനന്ദമാണ് എന്ത്? രാജവിദ്യ.
ആ രാജവിദ്യയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, യോഗാവസ്ഥ. ആ യോഗാവസ്ഥയാണ് എന്ത് പറയുന്നത്, രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു ഹെഡിങ് തന്നെയാണ് അല്ലേ, തലക്കെട്ട് തന്നെയാണ് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്നത്. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ്. അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു രഹസ്യമാണ്. അർജുന, നീ ശ്രേഷ്ഠനായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഉപസംഹരിക്കുന്നതും ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്താണ്? എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, എൻ്റെ ഭക്തനായി മാറുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക, എന്നിൽ മുഴുവനായിട്ടും കൊടുക്കുക ഭഗവാനെ, മുഴുവനായിട്ടും മുഴുകുക, ഏത് നേരവും ഭഗവത് സ്മരണയിൽ മുഴുകുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കാനില്ല. എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ എന്നെ തീർച്ചയായിട്ടും പ്രാപിക്കും. ഇതാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9ാമത്തെ അധ്യായം. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ അധ്യായത്തിലേക്ക് എത്തുന്നു. അടുത്ത ദിവസം വായിക്കാം. ഓം തത് സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യ രാജഗുഹ്യ യോഗോ നാമ 9മോऽധ്യായഃ. ഓം അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിച്ഛമുദ്ധാപിതപൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.